ആദ്യവും അവസാനവും ഈ പ്രഭാഷണം ഇവിടെ സംഘടിപ്പിച്ചവർക്ക് പറയാനുള്ളത് റബ്ബിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. എങ്ങനെയുള്ള റബ്ബ്? മരണപ്പെടാത്ത റബ്ബ്. എങ്ങനെയുള്ള റബ്ബ്? ഒരിക്കലും ക്ഷീണം പറ്റാത്ത റബ്ബ്. എങ്ങനെയുള്ള റബ്ബ്? വിശുദ്ധ ഖുർആനിൽ ദിനേനയൊന്നോണം ഉമ്മ, സഹോദരി, ഉപ്പ, സഹോദര, നിങ്ങളെല്ലാവരും ചൊല്ലുന്ന ആയത്തല്ലേ ഖുർആനിൽ അഅ്ലമു ആയ എന്നറിയപ്പെടുന്ന ആയത്തുൽ കുർസി. എന്താണ് നീ അതിലൂടെ പറയുന്നത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എന്നാണ്. അല്ലാഹുവേ, ഈ പ്രപഞ്ചത്തിന്റെ നിയന്താവ് നീയാൻ. അതേ, കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ, അതുപോലെ തന്നെ നക്ഷത്ര കൂട്ടങ്ങളിലെ ഏറ്റവും വലിയ നക്ഷത്രമായ 9 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സൂര്യൻ എന്ന് പറയുന്ന ആ മഹാവിളക്കിനെ, അതിന്റെ ഓർബിറ്റലുകളിലൂടെ അതിനെ കൃത്യമായി സഞ്ചരിപ്പിക്കുന്ന പ്രപഞ്ചനാഥനെ, സാൽമൺ എന്ന് പറയുന്ന മത്സ്യം ശുദ്ധജലത്തിൽ ജനിച്ച് ഉപ്പുവെള്ളത്തിൽ ജീവിച്ച് വീണ്ടും കാനഡകളിലെ തടാകങ്ങളിൽ ചെന്നുകൊണ്ട് മുട്ടയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന സാൽമൺ മത്സ്യത്തിന്റെ ജീവിതത്തിന്റെ സംക്രമണത്തെ സൃഷ്ടിച്ചവനായ ആ റബ്ബിലേക്കാണ് ഈ സംസാരിക്കുന്ന ഞങ്ങൾക്ക് നിങ്ങളെ ക്ഷണിക്കാനുള്ളത്. അതെ, ആർട്ടിക് എന്ന് പറയുന്ന ധ്രുവത്തിൽ നിന്ന് അന്റാർട്ടിക് എന്ന് പറയുന്ന ധ്രുവത്തിലേക്ക് 18,000 കിലോമീറ്റർ നോൺ സ്റ്റോപ്പായി പറക്കുന്ന ആർട്ടിക് ടേണിനെ സംവിധാനിച്ചവനായ ആ റബ്ബില്ലയോ, അത് മുട്ടയിടാനാണ് പോകുന്നത്. മുട്ടയിട്ട് തിരിച്ചു പോരുന്നത് അതേ റൂട്ടിലൂടെയാണ്. ഒരു ഗൂഗിൾ മാപ്പില്ല, ഒരു ദിഭാഷിയില്ല, ഒരു വഴികാട്ടിയില്ല. ആ വിരിഞ്ഞ കുഞ്ഞുങ്ങൾ തള്ളപ്പക്ഷി പറന്ന അതേ ഓർബിറ്റലുകളിലൂടെ പറന്ന് ആ തള്ളപ്പക്ഷിയുടെ അരികിലേക്ക് എത്തുന്ന ആ പ്രതിഭാസം തുടങ്ങിയിട്ട് കോടിക്കണക്കിന് വർഷങ്ങളായി. ഇതിന്റെ പിന്നിൽ ഒരു CM മടവൂര് പ്രവർത്തിച്ചിട്ടില്ല. ഇതിന്റെ പിന്നിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചിട്ടില്ല. ഒരു പ്രവാചകന്മാരുമില്ല, ഒരു അമ്പിയാക്കന്മാരുമില്ല, ഒരു ഔലിയാക്കന്മാരുമില്ല. നേരെ മറിച്ച് ഇവർക്കെല്ലാം ജന്മം നൽകിയ, ഇവരെയെല്ലാം ഈ ലോകത്തേക്ക് പറഞ്ഞയച്ച അതേ ഈ ലോകത്തിന്റെ സിട്ടാവാണ് ഇതെല്ലാം ചെയ്തത്. നിന്റെ ശരീരത്തിലുള്ള പാൻക്രിയാസിനെ, നിന്റെ ശരീരത്തിലുള്ള ഞരമ്പുകളെ, നിന്റെ ശരീരത്തിലുള്ള സകലവിധ ഫംഗ്ഷനുകളെയും നിയന്ത്രിച്ചവനായ റബ്ബിലേക്കാണ് സഹോദരങ്ങളെ ഈ തസ്ഫിയ ആദർശം സംഘടിപ്പിച്ച ഞങ്ങൾക്ക് നിങ്ങളെ ക്ഷണിക്കാനുള്ളത്.